അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊന്ന് ഒരു കുട്ടി ടോക്കാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഫസ്റ്റ് ഇയർ നടന്ന സമയത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നടന്നൊരു സംഭവമാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ ഇത് അവസാനം വരെ കാണുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ കമ്പനീസ് ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഈ ബോട്ടണി അതുപോലെ തന്നെ ബികോം കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതിൽ എനിക്ക് ബോട്ടണിയിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ ഒരു കഥയാണ് കേട്ടോ അത്. അപ്പോൾ ആ കുട്ടി ആരാണ് എന്താണ് പേരൊന്നും ഞാൻ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു 1 വീക്കായിട്ട് കോളേജിലൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൾ വന്ന് ജോയിൻ ആയി. പക്ഷേ ഫുഡ് തുറന്ന് വെച്ചിട്ട് ആൾ ഇങ്ങനെ ഇരുന്ന് കരയായിരുന്നു ഉണ്ടായിരുന്ന ഗൈസ്. അപ്പോൾ ഈ കരച്ചിൽ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താ പ്രശ്നം, എന്താ എൻ്റെ അടുത്ത് തുറന്ന് പറയാം. അപ്പോൾ കുറച്ച് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നിനക്കും ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്. അവളുടെ അച്ഛൻ മരിച്ചിട്ട് അന്ന് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ ഗൈസ്, ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ടാണ് അവൾ കോളേജിലോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ആളിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. എന്താ പറയുക, എന്തായാലും അവളുടെ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ അതിനുശേഷം അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇതെന്തായാലും എനിക്ക് ഇന്നും ഞാനിങ്ങനെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ ബേസ് ചെയ്ത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മോക്കിംഗ് അഡിക്ഷൻ ആയിരുന്നു. സ്മോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ചാതി ആൾ ഭയങ്കര അഡിക്ഷനായിരുന്നു. അപ്പോൾ അത് ക്യാൻസറായി കീമോ ചെയ്തിട്ട് വന്നിട്ട് കൂടിയും ഈ ആൾക്ക് സ്മോക്ക് ചെയ്തില്ലെങ്കിൽ പറ്റാണ്ടായി. അപ്പോൾ ഓരോരോ പാക്കറ്റുകൾ വീട്ടുകാർ കണ്ടുപിടിച്ച് കത്തിച്ച് കളഞ്ഞാലും നശിപ്പിച്ച് കളഞ്ഞാലും പിന്നെയും വലിച്ചില്ല എങ്കിൽ ആൾക്ക് ഒരു ഭ്രാന്ത് പോലെയായിരുന്നു. അങ്ങനത്തെ ഒരു അഡിക്ഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നു. ഈ കുട്ടി എൻ്റെ അടുത്ത് പറയണതാണ്, ഓൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തരാനായിട്ടാണ്, എൻ്റെ അച്ഛനില്ലടി, എൻ്റെ അച്ഛൻ പോയി, എനിക്ക് ആരുമില്ല. സത്യമാണ്, ആരുമില്ല. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകവലി എന്ന് പറയുന്നത് നമ്മളായിട്ട് വരുത്തിക്കും. നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കാതെ, നമ്മുടെ ശരീരത്തെ ഒരിക്കലും സംരക്ഷിക്കാതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി അതിലൊരു അഡിക്ഷൻ ഉണ്ടാക്കി നമ്മൾ സത്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ളവരെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈ സ്മോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മാത്രമല്ലല്ലോ ചുറ്റുമുള്ള ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ 3 സഹോദരിമാരാണ്, അവൾ ഉൾപ്പെടെ 3 സഹോദരിമാരാണ്. അപ്പോൾ 3 പെൺകുട്ടികൾ നാളെ എന്താവും, കുട്ടികൾക്കൊരു വിവാഹം, അവർക്കൊരു മംഗളകർമ്മം വരണ സമയത്ത് കൈ പിടിച്ച് കൊടുക്കാൻ അവളുടെ ഫാദറില്ല, അവളുടെ അച്ഛനില്ല. കൈ പിടിച്ച് ഒരാളെ ഏൽപ്പിക്കാൻ അവൾക്ക് അച്ഛനില്ല. ഞാൻ ആലോചിച്ച് നോക്കി. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഈ 3 മക്കളെ നോക്കി ആ അമ്മ എന്തോരം ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് അവൾ പറയുകയാണ്, എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആൾ വല്ലാത്ത ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ഒരിക്കലും ചെയ്തില്ല. നിങ്ങൾ ആ ഒരു അഡിക്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിനുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹമൊന്നും ലഭിക്കും. നിങ്ങൾ എന്നിരുന്ന് മരിച്ചു പോകണമെന്ന് എപ്പോഴും പറയോ, ഞാൻ ഇപ്പോൾ മരിച്ചു പോയി കുഴിച്ചിടണം, അല്ലെങ്കിൽ മരിച്ചു വെക്കോട്ടെ, ഞാൻ മരിച്ചു വെക്കോട്ടെ. നമ്മൾ ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ മരിക്കുക തന്നെ ചെയ്യും, അല്ലേ? എന്നും പറഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇവരൊക്കെ എന്താ ചെയ്യുക? ഇവർക്ക് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്രയും ജീവനുകൾ നാളെ എന്താ ചെയ്യുക? അവരുടെ ശൂന്യതയല്ലേ, അവർക്ക് എന്നും സങ്കടങ്ങളല്ലേ? അപ്പോൾ നമ്മൾ കുറേ സങ്കടങ്ങൾ കൊടുക്കാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു അഡിക്ഷൻ, ഈ സ്നേഹം തരുന്ന ആൾക്കാർക്ക് വേണ്ടിയെങ്കിൽ നിങ്ങൾ ഈ അഡിക്ഷൻ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിൽ പുകവലി എന്ന് പറയുന്നത് ഒരു ആരോഗ്യശീലമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? ഇത് നമ്മുടെ ജീവനെ തന്നെ ഒരു കെണിയായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ജീവിതം നശിപ്പിക്കും, നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തും. പോരാത്തതിന് നമ്മുടെ സ്നേഹിക്കുന്നവർക്ക് ഒരു കണ്ണീരായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ ശീലത്തെ നിങ്ങൾ ഇനിയെങ്കിലും, ഈ പുകവലിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു ശീലത്തെ മാറ്റിവെച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ നാളെ മരിക്കും, ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇത്തിരി നേരത്തെ ഈ ഒരു അഡിക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കുന്നൊരു അച്ഛനുണ്ടായിരുന്നേന്, ആ 3 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നേന്. ഇതെല്ലാം ഒരു ശൂന്യതായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അഡിക്ഷനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അഡിക്ഷൻ മാറ്റുക, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.